എന്തിന്റെ കേടായിരുന്നു ഹേ എന്ന് ഒരു തവണ ഈ പ്രവർത്തകരോട് നമ്മളൊന്ന് ചോദിച്ചാൽ മതി. സ്ഥാനാർത്ഥിയോടൊന്നും ചോദിക്കണ്ട, സ്ഥാനാർത്ഥിയെ വെറുതെ വിട്ടാരെ. UDFന്റെ പ്രവർത്തകരോട് ഒരു തവണ ഒന്ന് ചോദിച്ചാൽ പിന്നീട് അവർ ഈ സ്ഥാനാർത്ഥിക്ക് ഒന്നും വോട്ട് ചോദിച്ച് നമ്മുടെ വീട്ടിലോട്ട് വരുത്തില്ല. കാരണം ഈ വരുന്നവരും 3600 എന്ത് ചെയ്തിട്ടുണ്ട്, മേടിച്ചു വെച്ചിട്ടുണ്ട് പോക്കറ്റിൽ, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പക്ഷത്തു നിൽക്കുന്ന സർക്കാർ ആയതുകൊണ്ടാണ് നമ്മൾ പക്ഷഭേദമില്ലാതെ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും തുല്യരായി കണ്ട് ആ തുക കൈവെള്ളയിൽ എത്തിച്ചു കൊടുത്തത്. അത് മര്യാദകേടാണെന്ന് ചോദിക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ. കുറച്ചു കാലം മുമ്പ് 1957 നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. 1957 ഏപ്രിൽ മാസം 5-ാം തീയതി ഒരു വെള്ളിയാഴ്ചയാണ് കേരളത്തിൽ ലോകത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പ്രദേശത്ത് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ബാലറ്റിലൂടെ അധികാരത്തിലെത്തിയ സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിലെത്തി 6 ദിവസം പിന്നിട്ടപ്പോ 1957 ഏപ്രിൽ മാസം 11-ാം തീയതി ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവ് ഒരു ഓർഡിനൻസ് ഇറക്കി. ആ ഓർഡിനൻസ് എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്ത് കുടിയിറക്കൽ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഓർഡിനൻസ് ആണ്. കയറി കിടക്കുവാൻ